വെറും 50 വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് വമ്പൻ ആകാശചുംബികളായ കെട്ടിടങ്ങളും അത്ഭുതപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകളുമുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായി ദുബായ് മാറി. ഇന്നത്തെ ഈ വീഡിയോയിൽ ദുബായിയെക്കുറിച്ചുള്ള അവിശ്വസനീയമെന്ന് തോന്നുന്ന ചില വസ്തുതകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്പർ 15. സൂപ്പർ കാറുകളുള്ള ദുബായ് പോലീസ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പോലീസ് വാഹന ശേഖരമുള്ളത് ദുബായിലാണ്. ഇതിൽ 2 ദശലക്ഷത്തിലധികം ഡോളർ വിലമതിക്കുന്ന ബുഗാട്ടി വേറോൺ, $1.5 ദശലക്ഷം ലംബോർഗിനി, ഫെരാരി, ആസ്റ്റൺ മാർട്ടിൻ തുടങ്ങി അത്യപൂർവമായ നിരവധി ആഡംബര കാറുകളുണ്ട്. ഈ സൂപ്പർ കാറുകളുടെ ആകെ മൂല്യം 15 ദശലക്ഷത്തിലധികം ഡോളറാണ്. എന്നാൽ ഓർക്കുക, ഈ കാറുകൾ കുറ്റവാളികളെ ചേസ് ചെയ്ത് പിടിക്കാനുള്ളതല്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഹൈവേകളിലും നിർത്തിയിട്ട് ദുബായിയുടെ സമ്പത്തും ഇമേജും വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും ജനങ്ങളുമായി കൂടുതൽ അടുക്കാനും വേണ്ടിയാണ് പോലീസ് ഈ കാറുകൾ ഉപയോഗിക്കുന്നത്. നമ്പർ 14. മരുഭൂമിയിലെ ഇൻഡോർ സ്കീയിങ്ങും തത്സമയ പെൻഗ്വിനുകളും. ദുബായിലെ മോൾ ഓഫ് ദി എമിറേറ്റ്സിൽ സ്ഥിതി ചെയ്യുന്ന സ്കീ ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്കീ റിസോർട്ടുകളിൽ ഒന്നാണ്. 3 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പമുള്ള ഇവിടെ ദിവസവും 30 ടൺ മഞ്ഞാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം റോയൽ കിങ്, ജെൻഡു ഇനത്തിൽപ്പെട്ട തത്സമയ പെൻഗ്വിനുകളാണ്. പുറത്ത് 45 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ളപ്പോൾ അകം -2 ഡിഗ്രി തണുപ്പിൽ നിലനിർത്താൻ വമ്പൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. മരുഭൂമിയിൽ തണുപ്പില്ലെങ്കിൽ ഞങ്ങൾ തണുപ്പുണ്ടാക്കും, പെൻഗ്വിനുകളില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും എന്ന ദുബായിയുടെ നിലപാടിന്റെ തെളിവാണിത്. നമ്പർ 13. പണത്തിന് പകരം സ്വർണം നൽകുന്ന ATM മെഷീനുകൾ. ദുബായിലെ ചില പ്രമുഖ ആഡംബര ഹോട്ടലുകളിലും ദുബായ് മാളിലും പണത്തിന് പകരം യഥാർത്ഥാർത്ഥ സ്വർണ്ണക്കട്ടികളും കോയിനുകളും നൽകുന്ന ATMകൾ കാണാം. ഗോൾഡ് ടു ഗോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെഷീനുകളിൽ ക്രെഡിറ്റ് കാർഡോ പണമോ ഉപയോഗിച്ച് ഓരോ 10 മിനിറ്റിലും മാറുന്ന അന്താരാഷ്ട്ര വിപണി നിരക്കിൽ സ്വർണം വാങ്ങാം. ദുബായിയുടെ ആഡംബരത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. നമ്പർ 12. ബുർജ് ഖലീഫയും സൂര്യാസ്തമയവും. 828 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ മുകൾ നിരകളിലുള്ളവർക്ക് താഴെയുള്ളവരെക്കാൾ 2 മുതൽ 3 മിനിറ്റ് വരെ വൈകിയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരക്കൂടുതലാണ് ഇതിന് കാരണം. ഇതുകാരണം റമദാൻ മാസത്തിൽ വ്രതം തുറക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. 80-ാം നിലയ്ക്ക് മുകളിലുള്ളവർ 2 മിനിറ്റും 150-ാം നിലയ്ക്ക് മുകളിലുള്ളവർ 3 മിനിറ്റും വൈകിയാണ് വ്രതം തുറക്കേണ്ടത് എന്ന് ദുബായ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉയരം കാരണം സമയമേഖലയിൽ മാറ്റം വരുന്ന ലോകത്തിലെ ഒരേയൊരു കെട്ടിടമാണിത്. നമ്പർ 11. ജനസംഖ്യയിലെ 85% വിദേശ തൊഴിലാളികളാണ്. ദുബായിലെ ആകെ ജനസംഖ്യ ഏകദേശം 3.6 മില്യണാണ്. എന്നാൽ ഇതിൽ 85%-ത്തോളവും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി തേടിയെത്തിയവരാണ്. ദുബായിലെ പ്രാദേശിക പൗരന്മാരായ എമിറാത്തികൾ സ്വന്തം നാട്ടിൽ വെറും 11 മുതൽ 15% മാത്രമുള്ള ഒരു ന്യൂനപക്ഷമാണ്. നമ്മൾ കാണുന്ന വലിയ ആകാശചുംബികളും സൂപ്പർ റോഡുകളും ആഡംബര ഹോട്ടലുകളുമെല്ലാം നിർമ്മിച്ചതും നിലനിർത്തുന്നതും ഈ ലക്ഷക്കണക്കിന് വരുന്ന വിദേശ തൊഴിലാളികളുടെ അധ്വാനമാണ്. കഫാല സ്പോൺസർഷിപ്പ് സിസ്റ്റം ഉൾപ്പെടെ തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇന്റർനാഷണൽ മീഡിയകളിൽ വാർത്തയാകാറുണ്ടെങ്കിലും അടുത്ത കാലത്തായി കുറഞ്ഞ വേതനപരിധി നിശ്ചയിക്കുന്നതിലും ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും UAE സർക്കാർ വലിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ 10. പാം ജുമൈർ. കടലിൽ മണൽ നിറച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് സമൂഹമാണിത്. ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ഈ അത്ഭുതം പേർഷ്യൻ ഉൾക്കടലിലേക്ക് 5 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. 4000-ലധികം ആഡംബര വില്ലകളും അപ്പാർട്ട്മെന്റുകളും 30ഓളം വൻകിട ഹോട്ടലുകളും ഇതിലുണ്ട്. 2001-ൽ നിർമ്മാണം തുടങ്ങി 2006ഓടെ ഇതിന്റെ മണ്ണടിയുന്ന ജോലികൾ പൂർത്തിയായി. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ മണൽ എടുത്തുയർത്തി GPS സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃത്യമായ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചെടുത്തത്. ഈ ഒറ്റ പദ്ധതിയിലൂടെ ദുബായിയുടെ തീരപ്രദേശം ഇരട്ടിയോളമായി വർദ്ധിച്ചു. ഇതിനുശേഷം പാം ജബൽ അലി,
പാംതീര എന്നിങ്ങനെ 2 വലിയ ദ്വീപുകൾ കൂടി പ്ലാൻ ചെയ്തിരുന്നെങ്കിലും 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി കാരണം അവയുടെ പണികൾ പൂർണ്ണമായി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇത് വ്യക്തമാക്കുന്നത് എത്ര വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ ദുബായിയെയും ബാധിക്കാം എന്നാണ്. നമ്പർ 9. 50 വർഷം മുൻപുള്ള ദുബായ്. ദുബായിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അവിടുത്തെ കെട്ടിടങ്ങളോ പദ്ധതികളോ അല്ല, മറിച്ച് അതിന്റെ മാറ്റത്തിന്റെ വേഗതയാണ്. കേവലം 50 വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് ക്രീക്കിന് ചുറ്റുമുള്ള ഒരു ചെറിയ മീൻപിടുത്ത മുത്തുച്ചിപ്പി ഗ്രാമമായിരുന്നു ദുബായ്. 1966-ൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയെങ്കിലും അയൽരാജ്യമായ അബുദാബിയെ അപേക്ഷിച്ച് ദുബായിൽ എണ്ണ വളരെ കുറവായിരുന്നു. എണ്ണ വറ്റുമെന്നും സാമ്പത്തിക രംഗം ടൂറിസത്തിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കും വ്യാപാരത്തിലേക്കും മാറ്റണമെന്നും അന്നത്തെ ഭരണാധികാരി ഷെയ്ഖ് റാഷിദ് തിരിച്ചറിഞ്ഞു. മറ്റ് ലോക നഗരങ്ങൾ വളരാൻ നൂറുകണക്കിന് വർഷങ്ങളെടുത്തപ്പോൾ ദുബായ് മരുഭൂമിയിൽ ഇത് വെറും 50 വർഷം കൊണ്ട് നേടിയെടുത്തു. എന്റെ പിതാമഹൻ ഒട്ടകത്തിലാണ് സഞ്ചരിച്ചത്, എന്റെ മകൻ ലാൻഡ് റോവറിലാണ്. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവന്റെ മകൻ വീണ്ടും ഒട്ടകത്തിൽ സഞ്ചരിക്കേണ്ടി വരും എന്ന ഷെയ്ഖ് റാഷിദിന്റെ പ്രശസ്തമായ വാക്കുകൾ ഈ ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ്. നമ്പർ 8. കൃത്രിമ മഴ അല്ലെങ്കിൽ ക്ലൗഡ് സീഡിംഗ്. വർഷത്തിൽ 100 മില്ലിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന സ്വാഭാവിക കുടിവെള്ള സ്രോതസ്സുകളില്ലാത്ത ദുബായ് മഴ പെയ്യിക്കാൻ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിക്കുന്നു. ആകാശത്ത് കാണുന്ന മേഘങ്ങളിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ വിതറി മേഘത്തുള്ളികളെ ഭാരമുള്ളതാക്കി മാറ്റിയാണ് മഴ പെയ്യിക്കുന്നത്. കടുത്ത കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനൊപ്പം ദുബായ് ഉപയോഗിക്കുന്ന പ്രധാന രീതിയാണിത്. നമ്പർ 7. ലോകത്തിലെ ക്രെയിനുകളുടെ 25% ദുബായിലായിരുന്നു. 2005 മുതൽ 2008 വരെയുള്ള നിർമ്മാണ ബൂം സമയത്ത് ബുർജ് ഖലീഫയും പാം ജുമൈറയും ഉയർന്നു വന്നപ്പോൾ ലോകത്തൊട്ടാകെയുള്ള നിർമ്മാണ ക്രെയിനുകളുടെ 25%-ഓളം ദുബായിൽ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. എങ്ങോട്ട് നോക്കിയാലും ക്രെയിനുകൾ മാത്രം കാണാമായിരുന്ന അക്കാലത്ത് നിർമ്മാണം അതിവേഗത്തിലായിരുന്നു നടന്നിരുന്നത്. നമ്പർ 6. ദുബായ് മാൾ. വിസ്തീർണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണിത്. 1200-ലധികം കടകളും 14,000 പാർക്കിംഗ് സ്പേസുകളും ഒളിമ്പിക് സൈസ് ഐസ് സ്കേറ്റിംഗ് റിംഗും 155 മില്യൺ വർഷം പഴക്കമുള്ള ദിനോസർ അസ്ഥികൂടവും ഇതിനുള്ളിലുണ്ട്. പ്രതിവർഷം 80 മുതൽ 100 മില്യൺ ആളുകളാണ് ഈ മാൾ സന്ദർശിക്കുന്നത്. ദുബായ് മാളിൽ 1200-ലധികം കടകളും ഒളിമ്പിക് സൈസ് ഐസ് സ്കേറ്റിംഗ് റിംഗും മാത്രമല്ല ഉള്ളത്. ഇതിനുള്ളിൽ 10 മില്യൺ ലിറ്റർ വെള്ളമുള്ള വമ്പൻ ദുബായ് അക്വേറിയവും കടലിന്റെ അടിത്തട്ടിലൂടെ നടന്നു കാണാവുന്ന തരത്തിലുള്ള ഗ്ലാസ് ടണലുമുണ്ട്. 33,000-ലധികം കടൽ ജീവികളാണ് ഈ അക്വേറിയത്തിലുള്ളത്. കടുത്ത ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത ആളുകൾക്ക് മാളിനുള്ളിൽ തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ സൗകര്യപ്രദമായ വോക്ക് വേകളും ചെറിയ ഗതാഗത സംവിധാനങ്ങളും വരെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്പർ 5. ദ വേൾഡ് ഐലൻഡ്സ്. ലോക ഭൂപടത്തിന്റെ ആകൃതിയിൽ ദുബായ് തീരത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ കടലിൽ നിർമ്മിച്ച 300 കൃത്രിമ ദ്വീപുകളുടെ കൂട്ടമാണിത്. ഓരോ ദ്വീപും ലോകത്തിലെ ഓരോ രാജ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കോടീശ്വരന്മാർക്ക് സ്വന്തമായി വാങ്ങാൻ തക്കവിധം പ്ലാൻ ചെയ്ത ഈ പദ്ധതി 2008-ലെ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ടു. നിലവിൽ ഹാർട്ട് ഓഫ് യൂറോപ്പ് പോലുള്ള ചില ഭാഗങ്ങൾ വികസിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ദ്വീപുകളും ഇന്നും വികസനം കാത്തുകിടക്കുകയാണ്. നമ്പർ 4. ബുർജ് അൽ അറബും ആകാശത്തിലെ ടെന്നീസ് കോർട്ടും. പായ്ക്കപ്പലിന്റെ ആകൃതിയിൽ കടലിൽ നിർമ്മിച്ച ഈ ആഡംബര ഹോട്ടൽ ദുബായിയുടെ പ്രധാന ചിഹ്നങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഒരേയൊരു 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവിടെ സ്റ്റാൻഡേർഡ് മുറികൾക്ക് പകരം എല്ലാം 2 നിലകളുള്ള വലിയ ഡ്യൂപ്ലെക്സ് സ്വീറ്റുകളാണ്. എന്നാൽ ഇതിനെ ലോക ശ്രദ്ധയിലെത്തിച്ച ഏറ്റവും പ്രശസ്തമായ സംഭവം ഇതിന്റെ 700 അടി ഉയരമുള്ള ഹെലിപാഡിൽ ഒരു താൽക്കാലിക ടെന്നീസ് കോർട്ട് നിർമ്മിച്ചതാണ്. 2005-ൽ ടെന്നീസ് താരങ്ങളായ റോജർ ഫെഡററും ആന്ദ്രെ അഗാസിയും തമ്മിൽ ഈ ആകാശ കോർട്ടിൽ വെച്ച് നടന്ന മത്സരം ഇന്റർനെറ്റിൽ വലിയ തരംഗമായി മാറി. പിന്നീട് ടൈഗർ വുഡ്സ് ഇവിടെ നിന്ന് ഗോൾഫ് ഷോട്ട് ഉതിർത്തതും വലിയ വാർത്തയായിരുന്നു. നമ്പർ 3. ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതിയില്ല. ദുബായിൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ നിങ്ങൾക്കു തന്നെ സ്വന്തം. ഇവിടെ വ്യക്തിഗത ആദായ നികുതിയോ
ക്യാപിറ്റൽ ഗെയിൻ നികുതിയോ സ്വത്ത് നികുതിയോ ഇല്ല. ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളെയും ബിസിനസ്സുകാരെയും ദുബായിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ്. 1971 രാജ്യം രൂപീകരിച്ചത് മുതൽ നടപ്പിലാക്കിയ ഈ സീറോ ടാക്സ് നയം ദുബായിയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. അടുത്തിടെ കമ്പനികൾക്ക് 9% കോർപ്പറേറ്റ് ടാക്സ് കൊണ്ടുവന്നെങ്കിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. നമ്പർ 2, ദുബായ് ഫ്രെയിം. 150 മീറ്റർ ഉയരവും 93 മീറ്റർ വീതിയുമുള്ള ഒരു ഭീമൻ പിക്ചർ ഫ്രെയിമിന്റെ ആകൃതിയിലുള്ള അത്ഭുത നിർമ്മിതിയാണിത്. സ്വർണ്ണ നിറത്തിലുള്ള ഈ ഫ്രെയിം നഗരത്തിന്റെ നടുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വശത്തിലൂടെ നോക്കിയാൽ ദുബായ് ക്രീക്കും പരമ്പരാഗത തെരുവുകളും അടങ്ങിയ പഴയ ദുബായിയും, മറുവശത്തിലൂടെ നോക്കിയാൽ ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള ആധുനിക നഗരവും കാണാൻ സാധിക്കും. ദുബായിയുടെ ഭൂതകാലത്തെയും ഭാവികാലത്തെയും ഒരൊറ്റ ഫ്രെയിമിൽ കാണിച്ചു തരുന്ന അപൂർവ കാഴ്ചയാണിത്. നമ്പർ 1, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഇവിടം 2022 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അറബിക് കവിതാശകലങ്ങൾ കാലിഗ്രാഫിയായി എഴുതി അലങ്കരിച്ച, മധ്യഭാഗം ശൂന്യമായ ഒരു വലിയ മോതിരത്തിന്റെ ആകൃതിയിലാണ് ഇതിന്റെ നിർമ്മാണം. കെട്ടിടത്തിന് താങ്ങായി ഉള്ളിൽ തൂണുകളൊന്നുമില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മധ്യത്തിലെ ശൂന്യത ഇതുവരെ കെട്ടിപ്പടുക്കാത്ത, കണ്ടെത്താനിരിക്കുന്ന ഭാവിയെ പ്രതിനിധീകരിക്കുന്നു. ഉയരത്തിലും വലിപ്പത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ദുബായ്, സൗന്ദര്യത്തിലും മികച്ച ആർക്കിടെക്ചറിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് തെളിയിക്കുന്ന നഗരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഈ മ്യൂസിയം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ബിലീവർ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.